നല്ല ഫുഡാണ്. എങ്ങനെയുണ്ട്? നല്ല ഫുഡ്. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത്, നമ്മുടെ വീട്ടിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു കുട്ടിയുടെ 1 വയസ്സാണ്. അപ്പോൾ അതിനു വേണ്ടി ഇച്ചിരി റൈസും ഇച്ചിരി ചിക്കൻ കറിയും വെക്കണമെന്ന് പറഞ്ഞു. നേരത്തെ കേട്ടോ. എന്നാൽ ശരി, ചെയ്ത് കൊടുത്തേക്കാം. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പലർക്കും അറിയാമല്ലോ. അത് സാരമില്ല, കൂട്ടത്തിൽ എൻ്റെ കൂടെ സഹായിക്കാൻ ഒരാളോടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ റൈസും ചിക്കനും ഒന്ന് ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഫംഗ്ഷൻ നടക്കുന്ന വീട്ടിൽ അതിനുള്ള സൗകര്യമില്ല. ഞങ്ങളുടെ വീട്ടിൽ തൊട്ടിപ്പുറത്തെ ഒരു വീട്ടിൽ ഒരു ചായപ്പുണ്ട്. ഇവിടെയാണ് അത് റെഡിയാക്കുന്നത്. അപ്പം നമുക്ക് സമയം കളയാതെ അത് ഒന്ന് റെഡിയാക്കാം. എന്നാ കൂട്ടത്തിലുണ്ടല്ലോ അല്ലേ? വാ. ഇപ്പം തന്നെ ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് വാരാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങൾ രണ്ടുപേരും നേരത്തെ ഒരുപാട് വർക്കൊക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ വിളിച്ചപ്പം എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പേര് അനീഷാണ്, ചങ്ങനാശ്ശേരിയിലുള്ള. അപ്പം നമുക്കൊരു 125 പേർക്കുള്ള സാധനമാണ്. അപ്പം വീടല്ലേ, അയൽവക്കത്തൊക്കെ ഇച്ചിരി വേണേൽ കൂടുതൽ കൊടുക്കാം എന്ന് വിചാരിച്ചാണ്. ഇച്ചിരി കൂടുതൽ തിന്നാലും കുഴപ്പമില്ലല്ലോ. മേശയെല്ലാം അപ്പുറത്ത് വെച്ചേക്ക്. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെള്ളമൊക്കെ വാർന്ന ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരല്പം മുളക് പൊടിയും കൂടെ ഇങ്ങോട്ടിട്ട് ഇതൊന്ന് പുരട്ടിയെടുക്കുക. യൂട്യൂബിനകത്തൊക്കെ ഫുഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അല്ല മല്ലിപ്പൊടി പൊടികളെല്ലാം നമ്മൾ സ്പൂണിലാണ് അളക്കുന്നത്, അത് ചെറിയൊരളവിൽ. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് നമ്മുടെ ഒരു കൈപ്പാങ്ങിന് ആവശ്യത്തിന് കുറച്ച് ചേർത്ത് കൊടുക്കുക എന്നുള്ള. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കട്ടെ. ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കട്ടെ. ഇനി മസാലയൊക്കെ ചേർക്കാനുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നോരോന്ന് എടുത്ത് റെഡിയാക്കണം. അപ്പം നമ്മൾ മസാലയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് അനീഷ് സവോളയൊക്കെ അരിയാൻ പോവാണ്. അത് കസേര എടുത്തിട്ടിരിക്കാൻ കിട്ടും. പെരുംജീരകമാണ്, 100 ഗ്രാം പെരുംജീരകം എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്ക, ഇതൊക്കെ ആവശ്യത്തിന് എടുത്താൽ മതി കേട്ടോ. നമ്മൾ അതുപോലെ ഗ്രാമ്പു, അല്ലാതെ ഇതുപോലെ ഓരോ പിടി, തക്കോലം, ജാതിപത്രി, ഈ മസാല നമുക്ക് ചിക്കൻ ചേർക്കാനുള്ളതാണ്. ഈ മസാല കുറച്ച് നേരം വെയിലത്ത് തന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇച്ചിരി മസാല വേറെ എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് ഇച്ചിരി റൈസിനുള്ളതാണ്. ഈ കറുവാപ്പട്ട, ഇച്ചിരി ഏലക്ക, ഇച്ചിരി തക്കോലും, ഗ്രാമ്പൂ, ജാതിപത്രി, ഇച്ചിരി കുരുമുളക്, സാജീരകം അല്ല, ചെറിയ കറുത്തൊരു ജീരകം, ഇതിനെ കൂട്ടി വേണം പൊടിച്ചെടുക്കാൻ. മസാലയൊക്കെ റെഡിയാക്കി ഇനി നമുക്ക് ഈ ഐറ്റങ്ങളെല്ലാം ഒന്ന് വെവ്വേറെ ആക്കണം. കാര്യം എന്നാണെന്നറിയോ, എല്ലാം കൂടെ ഒരു ചാക്കിനകത്ത് കിടക്കുക. ഇതൊക്കെ നമുക്ക് റൈസിനകത്ത് ചേർക്കാനുള്ളത്. നമുക്കിതേപോലെ എല്ലാം ഒന്ന് ഒതുക്കി റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് ഓരോന്നോരോന്നും അരിഞ്ഞെടുക്കാമല്ലോ. പച്ചമുളകൊക്കെ അങ്ങോട്ട് ഞെടുമ്പ് കളയട്ടെ. ആദ്യമേ ഉണ്ടല്ലോ, ഈ പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ഇങ്ങനെ ലാഗാം. കാര്യം ഇത് ഒരുക്കി വരുന്ന സമയമെടുക്കും. അതിന് ശേഷമാണ് ഇപ്പം ചിക്കനൊക്കെ വറുത്ത് വരുന്നു, അതിന് ചോറിന് വെള്ളം കയറ്റി, ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള രീതിക്ക് വേണം പെതുക്കെ ചെയ്തെടുക്കുക. ഈ പുറത്തൊക്കെ ഒരു വർക്കിന് പോയിട്ട് ഒരുപാട് നാളായി. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 വർഷത്തോളമായി. പൊതുവെ ഇപ്പം പഴയ പോലുള്ള വർക്കൊന്നും നടക്കുന്നില്ല, ഇടത്തുമില്ല. ഓഡിറ്റോറിയമൊക്കെ പലതും പൂട്ടിക്കൊണ്ടിരിക്കുന്നു. പാത്രം എടുക്കാൻ പോയെടുത്ത് പാത്രമൊക്കെ ഇരുന്നങ്ങ് പൂക്കാൻ തുടങ്ങി. വർക്കുകൾ നടക്കുന്നില്ല. അത് കാരണം ഒരുപാട് പ്രതിസന്ധികളായി. ഈ പാചകക്കാരായാലും കൊള്ളാം, അതേപോലെ ഈ കാറ്ററിംഗുകാരായാലും എല്ലാവർക്കും പ്രതിസന്ധികളാണ്. കാര്യം വർക്ക് നടക്കുന്നില്ല. പിന്നെ സാധനങ്ങളുടെ ഒരു വില. ഇപ്പോൾ ഇതേ തന്നെ സ്വന്തമായിട്ട് വർക്കൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. എല്ലാ പരിപാടിയായിരിക്കും. ഇപ്പം ബിരിയാണിയുടെ ആയാലും റൈസിൻ്റെ ആയാലും അതുപോലെ ഊണ്, എണ്ണ പലഹാരങ്ങൾ, ഇതൊക്കെ നല്ലപോലെ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് പോലും പണിയില്ല. അതാണ് ഇപ്പോഴത്തെ ഒരവസ്ഥ. ഇഞ്ചിയൊക്കെ ഇങ്ങനെ ചിരണ്ടി എടുക്കട്ടെ.
സവോളയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. എത്ര പൊടിച്ചാലും അതിൻ്റെ അകത്ത് മണ്ണ് കാണുള്ളൂ. നല്ലപോലെ കഴുകിയെടുക്കും, വൃത്തിയാക്കി എടുക്കണം. കുറച്ച് പറഞ്ഞു. അപ്പോൾ നമ്മൾ മസാല ഒന്ന് വെയിലത്ത് വെച്ചാണ് ഒന്ന് ഉണങ്ങാനായിട്ട്. ഇപ്പോൾ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട്. അല്ല പിന്നെ അത് ചൂടാക്കണം. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മസാലയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് കുരുമുളകും പൊടിച്ചു. അപ്പോൾ നമ്മൾ അത്യാവശ്യം പച്ചക്കറിയൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഉള്ള സമയം കൊണ്ട് നമുക്ക് ചിക്കൻ പറക്കാം. അടുപ്പൊന്ന് കത്തിച്ച ശേഷം നമുക്ക് ഇതിൻ്റെ അകത്ത് ചിക്കൻ പറക്കാം. ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയോ ഓയിലോ? എണ്ണയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ നമുക്ക് നമ്മൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ചിക്കൻ വറുത്താണ് ചെയ്യുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ചെയ്യുന്നത്. ഇപ്പോൾ വറക്കാതെ ഇപ്പോൾ ഗ്രേവി കൂട്ടിയിട്ട് അതിൻ്റെ അകത്ത് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. പക്ഷേ വറുത്താണ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം. അപ്പോൾ അതേണ്ട ആദ്യത്തെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി കൂടി ഇതുപോലത്തെ വറുത്തെടുക്കണം. ഇത്രയും നേരം നല്ല കാലാവസ്ഥയാണ്. നിമിഷം നേരം കണ്ടോ മാറി കണ്ടല്ലോ. ഏതായാലും ഈ ഷെഡിലായതുകൊണ്ട് മഴ അല്ലാതെ കിട്ടി. പ്ലാസ്റ്റിക് മഴ കിട്ടിയിരുന്നെങ്കിൽ ഒത്താന പണി. അല്ല എന്നാ മഴയായി. ഇതിപ്പോൾ ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഭാഗം ഇത് കുറച്ച് അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയാണ്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ അണ്ടിപ്പരിപ്പ് തന്നെ അതിൻ്റെ ഈ മുക്കും മൂലയൊക്കെ മുറിഞ്ഞതൊക്കെയാണ്. ഇത് നമുക്ക് നല്ല ഇച്ചിരി അരച്ചൊക്കെ ചേർക്കുമ്പം ആ മസാലയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടും. അതൊന്ന് കഴുകിയെടുക്കട്ടെ. നമ്മളൊരു 750 ഗ്രാം അണ്ടിപ്പരിപ്പിൻ്റെ പൊടിയാണിത്. നല്ലപോലെ കഴുകി. എന്താ പറയുക, ഇതിൻ്റെ അകത്ത് മണ്ണൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒന്ന് ഇടഞ്ഞെടുക്കേണ്ടതാണ്. നല്ലപോലെ കഴുകി എടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് സവോളയോടെ വറക്കാം. കുറച്ച് സവോളയും കുറച്ച് കരിയാപ്പിലും എല്ലാം കൂടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ സവോള റെഡി ആയിട്ടുണ്ട്. ഇങ്ങോട്ട് അയ്യോ വീഴോ. ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് വാർത്തെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് തന്നെ ഒരു 3-4 തേങ്ങ അരണ്ടത് നമുക്കിത് കൂട്ടത്തിലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്. ഇത് നമുക്ക് ഒന്ന് വറുത്തെടുക്കേണ്ടതാണ്. ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇതൊക്കെ നമ്മൾ അരച്ച് ചേർക്കാനുള്ളത്. അപ്പോൾ വറുത്ത് വേണം അരച്ച് ചേർക്കാൻ. കുറച്ച് കരിയാപ്പിലയും കൂടി. അപ്പോൾ ഇത് മൂത്തിട്ടുണ്ട്. ഇതാണ് ഇനി നമുക്ക് ഇത് ചിക്കൻ റോസ്റ്റാണ് കേട്ടോ. അപ്പം ഇത്തിരി മുളക് പൊടിയൊക്കെ വേണം. കുറച്ച് മുളക് പൊടി അങ്ങോട്ടിടാം.
ഈ തേങ്ങ വറുത്തതിൻ്റെ അകത്തോട്ട് ഈ മുളക് പൊടി ഉണ്ട്. കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർക്കുന്നത്. കുറച്ചെടുക്കുന്നു. കൂട്ടത്തിൽ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യാണ്. കാരണം ഇത് വറുത്ത ഉടനെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പച്ചച്ചോ ഒന്ന് മാറിക്കോളും. ഇതുണ്ട്, ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഗ്രേവിക്കുള്ള പരിപാടി കൂടെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഈ വാർപ്പിൻ്റെ അകത്താണ് ആ ഗ്രേവി റെഡിയാക്കുന്നത്. അപ്പം നമ്മുടെ സവോളയും തക്കാളി കുറച്ച് പച്ചമുളകും കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗ്രേവി പെട്ടെന്ന് റെഡി ആയിക്കോളൂ. ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട്. നമുക്കറിയാമല്ലോ ഈ ഗ്രേവി നല്ലപോലെ ആകണം, നല്ലപോലെ വാടി വേകണം. നല്ലപോലെ വെന്ത് ഈ സവോളയ്ക്കകത്ത് ഒരു മധുരമുണ്ട്. ആ മധുരത്തിൻ്റെ ആ രസമൊക്കെ മാറിയിട്ട് വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ കുറേ ഐറ്റങ്ങളുണ്ട്. അതൊക്കെ നമുക്കൊന്ന് എടുക്കാനുണ്ട്. കുറച്ച് അരയ്ക്കാനുണ്ട്. അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ചേർക്കാനുള്ളതാണ്. ഈ വാർപ്പിൻ്റെ അകത്തേക്ക് ആകുമ്പോഴത്തേക്കുള്ളൂ നല്ല അടിപൊളിയായിട്ട് ഗ്രേവി റെഡിയാക്കിയെടുക്കും. അപ്പോൾ ഇത് അവിടെ കിടക്കട്ടെ. ഇപ്പോൾ സവോളയൊക്കെ നല്ലപോലെ വെന്ത് നല്ലപോലെ കുഴഞ്ഞ ആ രീതി വരണം. അതുപോലെ തന്നെ സവോളയ്ക്കകത്ത് ആ മധുരം മാറുകയും ചെയ്യണം. അപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ആ ചിക്കൻ വറുത്ത എണ്ണയില്ല, അത് ഒരല്പം ഇങ്ങോട്ട് ഒഴിക്കാം. മതി 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 മതി. അപ്പം നമ്മളൊരല്പം ചിക്കൻ വറുത്ത എണ്ണ തന്നെ ഒഴിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇളക്കി ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ആ വെളുത്തുള്ളി അരച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചി അരച്ച് വെച്ചിട്ട് അത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചച്ചവ ഒന്ന് മാറണം. ഒരല്പസമയം ആയിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ആ പച്ചച്ചവ ഒന്ന് മാറിയ ശേഷം വേണം നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ചേർക്കാൻ. അപ്പം നേരത്തെ വറുത്ത് വെച്ച തേങ്ങായും അണ്ടിപ്പരിപ്പുമാണ് നല്ലപോലെ അരച്ചിട്ടുണ്ട്. ഇനി അത് അങ്ങോട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കും. പാരപ്പൊക്കെ ചേർത്തു ഒന്ന് ഇളക്കി. അരപ്പൊക്കെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നുള്ളതും. അപ്പോൾ നമ്മളിതിനെ കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. എല്ലാവരുടെയും കണക്ക് കൂട്ടിയാണ് ഒരു മീഡിയം രീതിയിലാണ് നമ്മൾ എരിവ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മസാലപ്പൊടി കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ഈ ഗ്രേവിക്കകത്തോട്ട് മിക്സാണ്. അപ്പോൾ ഇതേ നല്ലപോലെ തിളയായിട്ടുണ്ട്. ഒരു കൊതിപ്പിക്കുന്ന മണമല്ലേ, കറക്റ്റ് പാവുകളായിട്ടുണ്ട്. ഇത് നമുക്കിതിൻ്റെ അകത്ത് ചിക്കൻ ആയതുകൊണ്ട് നമുക്കൊരല്പം സോസൊക്കെ ഒഴിച്ച് വേണം ചേർക്കാനായിട്ട്. ഇത് സോയാ സോസാണ് 200 മില്ലിയുടെ. നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരല്പം എടുത്ത് ഒഴിക്കാം. ഇതിൻ്റെ പകുതി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസ്, ചില്ലി സോസ് അത് കുറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പം നമ്മൾ അത്യാവശ്യം ഒരല്പം സോസ് വീതം ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അത്യാവശ്യം എല്ലാ ചേരുവകളൊക്കെ ചേർത്ത് നല്ല രുചികരമായിട്ടുള്ള ഒരു ഗ്രേവിയാണ്. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിനകത്തോട്ടിടാം. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിനയില അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത്
നേരത്തെ വാർത്ത് വെച്ചേക്ക് സവോള അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ റൈസിനുള്ള ചിക്കൻ റോസ്റ്റിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം ഇവിടെ പ്രത്യേകം പറയാം, ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ചെയ്യുന്നത്. ഇവിടെ ഈ രീതിക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം പ്രിയപ്പെട്ട ആൾക്കാർ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് റൈസ് കൂടെ ചെയ്യാം. അടച്ചു വെക്കാം, ചൂടോടെ കൊടുക്കാം, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ചിക്കൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം നമുക്കിനി റൈസ് ശരിയാക്കണം. കുറച്ച് വെള്ളം ചെമ്പിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും വിറകടുപ്പല്ല, കാര്യം വിറകടുപ്പ് വെക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മേളിൽ കനലൊക്കെ ഇടണമെങ്കിൽ വിറകടുപ്പ് തന്നെ വേണം. അപ്പം മഴയ്ക്ക് മുമ്പ് നമുക്കത് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റാണ് എടുത്തിരിക്കുന്നത്, അരി. അപ്പോൾ നമ്മൾ കുറച്ച് ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. തലേന്ന് വെള്ളത്തിൻ്റെ അകത്തിട്ടൊന്ന് കുതിർന്നതിന് ശേഷം ഇത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ വെള്ളം തിളയ്ക്കാറായിട്ടുണ്ട്. ഈ ഗ്രീൻ പീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊരു പക്ഷേ ഒരു പുതിയ അനുഭവമായിരിക്കും കാഴ്ചക്കാർക്ക് കേട്ടോ. കിടക്കുന്നുണ്ട് മൊത്തം വെള്ളമാണ്. ഈ വെള്ളത്തിനകത്ത് വെച്ച് വേണം ഈ സാധനം ഉണ്ടാക്കിയെടുക്കാൻ. എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്? കത്തിയതെല്ലാം കെട്ടും. ചെമ്മിൻ്റെ മേളിൽ മഴവെള്ളമായി വെള്ളം തിളച്ചോന്നാണ്. അപ്പോൾ വെള്ളമൊന്നും ചെമ്മിൻ്റെ അകത്ത് വീണില്ല കേട്ടോ. വെള്ളവും തീയും തമ്മിലുള്ള ഫൈറ്റാണ്. മഴ നമുക്ക് 8ൻ്റെ പണിയായിരുന്നു, പക്ഷേ ഞങ്ങൾ 10ൻ്റെ പണി മഴക്കിട്ട് കൊടുക്കും. വെള്ളമൊക്കെ തിളച്ച ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉപ്പ് അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. അടുത്ത മഴയ്ക്ക് മുമ്പ് നമുക്കിത് റെഡിയാക്കി എടുക്കണം. ഒരല്പം ഓയിൽ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അടുത്ത മഴയ്ക്ക് മുമ്പ് ഏതായാലും ചോറ് കൂറാറായി വരുന്നുണ്ട്. ഒന്ന് നോക്കട്ടെ. ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരിയെടുക്കാം. ഏതായാലും മഴയ്ക്ക് മുമ്പ് സംഗതി റെഡിയായി. കോരി അങ്ങോട്ട് ഇച്ചിരി മുന്നോട്ട് പോട്ടെ. നമ്മൾ ഇതിൻ്റെ അകത്തുള്ള വെള്ളമെല്ലാം ഊറ്റി കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മൾ റൈസ് ദമ്മാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ എണ്ണ ഒന്ന് ചൂടാൻ ശേഷം ഇതേപോലെ കുറച്ച് സവാള അങ്ങോട്ടായിരിക്കും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇച്ചിരി അണ്ടിപ്പരിപ്പ്, കുറച്ച് അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മുന്തിരിങ്ങയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇതേപോലെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ക്യാരറ്റ്, ബീൻസ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചിലവിടെ കഴിയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചോറിനുള്ള മസാലയാണ്, അതും ഇട്ട് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് എടുത്ത് അകത്തോട്ട് വെക്കണം, കാര്യം മഴ പെയ്യുന്നു. അപ്പം നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൈനാപ്പിളും ഒക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിയിലയും പൊതിഞ്ഞ് അപ്പോൾ ചോറ് നമ്മൾ അങ്ങോട്ട് ഇടുകയാണ്. ഇനി നമുക്ക് നെയ്യ് അങ്ങോട്ട് ഇടും. ബാക്കിയുണ്ടായിരുന്ന പൈനാപ്പിളോട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മല്ലിയിലയും പൊതിനയും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഈ റൈസ് പല രീതിയിൽ ചെയ്യാം കേട്ടോ. നല്ലപോലെ അടി കൂട്ടി ഒന്ന് ഇളക്കി മാറിക്കൊടുക്കും. റൈസൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇച്ചിരി മൈദ അങ്ങോട്ട് ഒട്ടിക്കുക എന്നുള്ളത്. ഇങ്ങനെ വായിച്ചു ഇനി അങ്ങോട്ട് അടച്ചു വെക്കാം.
ഒരു കല്ലിടാം. അവിടെ ഇരിക്കട്ടെ. മഴയോടും തീയോടും പട വെട്ടി നമ്മൾ ഈ സാധനം റെഡിയാക്കി. ഇത് നമ്മുടെ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇത് വൈകുന്നേരത്തെ പരിപാടി. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മണിയോളം ആയിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഇത് റെഡിയാവും. റൈസിൻ്റെ ചെമ്പും കറി വെച്ച പാത്രവും എല്ലാം ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. അപ്പോൾ ഇവിടെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. ആൾക്കാർ ഇരുന്നാൽ മാത്രം മതി നമുക്ക് വിളമ്പി കൊടുക്കാൻ. എങ്ങനെയുണ്ട് ഫുഡ്? കുഴപ്പമില്ല. പക്ഷേ ഇറച്ചി ഒന്നും കഴിക്കത്തില്ല. കഴിക്കത്തില്ല അല്ലേ? അതുകൊണ്ട് പിന്നെ അത് അറിയത്തില്ല. ഇത് കൊള്ളാം, നല്ല ഫുഡാണ്. ഓക്കെ, എങ്ങനെയുണ്ട്? നല്ല ഫുഡാണ്. ഇവിടെ വീഡിയോക്കെ ഞാൻ എപ്പോഴും കാണുന്നത്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ പരിപാടിക്കായിരുന്നു ഇവിടെ ഫുഡ് ഉണ്ടാക്കിയത്. കുഞ്ഞിൻ്റെ 1 വയസ്സ്. കേക്ക് മുറിയെല്ലാം കഴിച്ച് എല്ലാവരും വിശിഷ്ട വ്യക്തികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു, ആഹാരം കഴിക്കുന്നു. രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. പക്ഷെ മഴയാണ് അതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു തടസ്സമായിരുന്നു. ഏതായാലും നല്ലൊരു സായാഹ്നം, നല്ല അടിപൊളി പരിപാടിയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മുടെ ഫുഡും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വേറൊരു വീഡിയോ പെട്ടെന്ന് വരാം. ബൈ.